നമ്മുടെ കേരളത്തിലെ യുവാക്കൾക്ക് നാട്ടിൽ ജോലി വേണോ അതോ വിദേശത്തേക്ക് പോകാൻ ഒരു ടിക്കറ്റ് വേണോ? വൈറ്റ് ടോക്കിൽ നമ്മുടെ സേയും സരികയും ഈ ചോദ്യമാണ് നാട്ടുകാരോട് ചോദിക്കുന്നത്. നമുക്ക് കാണാം. അഭിനയിക്കുമല്ലേ ഫോൺ ഇങ്ങനെ വെച്ചോ? ശരിക്കും താരങ്ങളുണ്ട്. അതിന്റെ പിന്നെ നിങ്ങൾ ഈ മയക്കും പിടിച്ച് നടക്കുന്നതിനാ? ക്യാമറയിലോട്ട് ഞങ്ങള് ന്യൂസ് ചാനലിൽ ന്യൂസ് മലയാളം 24/7 ഗാനലയം തമ്പുരുവിൽ മധുവിധു സാഗരമേ മന്യമഖ ജനങ്ങളെ എന്തോ ഒരു ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുന്നത്. അതെന്താണെന്നറിയാമോ? നമ്മുടെ നാട്ടിൽ യുവാക്കൾ കൂടുതലും വിദേശത്തല്ലേ സെറ്റിൽഡ് ആവുന്നത്. നാട്ടിൽ അവർക്ക് ഒരു തൊഴിലവസരമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരിവിടെ നിന്നേനായിരുന്നു അല്ലേ? എന്നാ നമ്മുടെ ഇന്നത്തെ ചോദ്യം അതാക്കിയാലോ? യുവാക്കൾക്ക് നാട്ടിൽ ജോലി വേണോ അതോ വിദേശത്തേക്കുള്ള ടിക്കറ്റ് വേണോ? Come on. നാട്ടിലെ ജോലിയാണോ താല്പര്യം അതോ വിദേശത്തെ ടിക്കറ്റ് ആണോ താല്പര്യം? ജോലി സ്വന്തം നാടിട്ടാലും പുറത്തേക്ക് പോകും. ഇല്ല, സമ്പാദിക്കണം അങ്ങനൊന്നും ഇല്ല. സമ്പാദിക്കണം, അത് സ്വന്തം നാട്ടിൽ നിന്ന് സ്വന്തം കുടുംബത്തോട് സമ്പാദിക്കുന്നത് നല്ലത്. എനിക്ക് നാട്ടിലൊക്കെ താല്പര്യം. ഇവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് നമുക്ക് ഇവിടെ വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പുറത്തേക്ക് കൊണ്ട് കാര്യമില്ല. നമുക്ക് ശ്രമിച്ച് നമുക്ക് കിട്ടാവുന്നുള്ളൂ. അതാ നാട്ടിൽ നിൽക്കാൻ കാരണം ഇവിടുത്തെ അവിടെ പോയിട്ട് എന്ത് കാര്യമുണ്ട്? ഒരു എൻജോയ്മെന്റിൽ ഒരു ഫ്രീഡം ഒന്നുമില്ല. അല്ല, കൂടുതൽ യുവാക്കളും ഇപ്പൊ കേരളത്തിൽ നിന്ന് വിട്ട് വിദേശത്തും യൂറോപ്യൻ കൺട്രീസിലും ഗൾഫ് കൺട്രീസിലും പോവാണല്ലോ. അപ്പൊ നിങ്ങൾ മാത്രം എന്താ നാട്ടിൽ നിൽക്കണം എന്ന് പറയുന്നത്? പുറത്തു പോകാനാ താല്പര്യം? ഇവിടെ തന്നെ നിൽക്കാനാ? അതെന്താ നാട്ടിൽ തന്നെ നിൽക്കണത്? ഞാൻ പുറത്തുപോയിട്ട് വർക്ക് ചെയ്ത് ഇവിടെ വർക്ക് ചെയ്തു. വലിയ പ്രശ്നമൊന്നുമില്ല. പുറത്തു പോയപ്പോൾ അത്യാവശ്യം നമുക്ക് സേവിങ്സ് ഉണ്ട്. ഇവിടെ ആകുമ്പോൾ നമ്മുടെ അതിൻ്റെതായ ചിലവുകൾ കൂടും, അത്രേ ഉള്ളൂ. നമുക്ക് രക്ഷപ്പെടണ ഇവിടെ തന്നെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഉറപ്പായിട്ട് വിദേശത്തേക്ക് പോകുന്നത്. കാരണം അത് നമ്മുടെ നാട്ടില് ഇവിടെ ജോലിയുണ്ട്, വരുമാനം കുറവാണ്. അഭിനയിക്കുമല്ലേ ഫോൺ ഇങ്ങനെ വെച്ചോ? ശരിക്കും താരങ്ങളുണ്ടോ? ഏത് കോള്? ഞങ്ങള് ന്യൂസ് ചാനലിൽ ന്യൂസ് മലയാളം 24/7 നാട്ടില് ജോലി ചെയ്യാനാണോ വിദേശത്തേക്ക് പറക്കാനാണോ ആഗ്രഹം? എനിക്ക് നാട്ടിൽ നിൽക്കാൻ ഇഷ്ടം. നാട്ടിൽ തന്നെയാണോ ഇഷ്ടം? അതെന്താ? അതാവുമ്പോ എല്ലാരും കണ്ടിരിക്കാലോ, ഉപ്പാനെയും ഉമ്മാനെയും ഭർത്താവിനെയും കുട്ടികളൊക്കെ കണ്ടുപിടിക്കാലോ. ചെറിയനക്ക് നാട്ടിൽ നിൽക്കണമെന്നാ, പക്ഷെ അനിയനങ്ങ് വിദേശത്ത് പോകണമെന്നാണല്ലോ ആഗ്രഹം. ആഗ്രഹമുണ്ട്. വിദേശത്ത് പോരെ നേരത്തെ പറഞ്ഞ മാതിരി അവിടെ പോയി കഴിഞ്ഞാല് അവരൊന്നും കാണാനുള്ള ഒരു ഇതുണ്ടാവില്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എത്താനും കഴിയൂല. നാട്ടിൽ നിൽക്കാനുള്ള സുഖം. പുറത്ത് പോയിട്ട് വന്ന് ഇവിടെ അവിടെ തമ്മിലുള്ള വ്യത്യാസം എന്താ? തൊഴിൽ അവിടെ കുറച്ചുകൂടി പൈസ കിട്ടും. ഇവിടെ മണിയെടുത്ത കാശുണ്ടല്ലോ. ഭായിമാരും തമിഴന്മാരും ഒന്നും ജീവിക്കല്ലേ. ചേട്ടാ, നാട്ടിൽ നിൽക്കാനാണോ താല്പര്യം അതോ വിദേശത്തേക്ക് പറക്കാനാണോ താല്പര്യം? ഞാൻ ഇപ്പൊ വിദേശത്താണ് ലീവിന് വന്നത്. അയ്യോ, അങ്ങോട്ട് പോകാൻ കാരണം അവിടെ ഇഷ്ടമായതുകൊണ്ടും അവിടെ കുറച്ച് ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ടും. നാട്ടിൽ അതിനനുസരിച്ച് തൊഴിലവസരങ്ങൾ ഇല്ലെന്നാണോ? ഇല്ല, നാട്ടിൽ ഞാൻ വർക്ക് ചെയ്തു. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഏൺ ചെയ്യാൻ പറ്റുന്ന അബ്രോഡാണ്. സോ അങ്ങനെയൊന്നുമില്ല. നാട്ടിലേക്കാണ് കുറച്ചും താല്പര്യം. ബിസിനസ് ആണ് ഏൺ ചെയ്യാം. അല്ലെങ്കിൽ പറയാലോ നമ്മുടെ നോർമൽ സാലറിയും കാര്യങ്ങളൊക്കെ. എത്ര ഗ്രാജുവേറ്റ്സ് ആയാലും പഠിച്ചറിയാൻ ഒരു സ്റ്റാർട്ടിങ് 15,000 ഒക്കെ ഉള്ളൂ. ചെറുപ്പക്കാർ കൂടുതലും നാട്ടിൽ തന്നെ നിൽക്കാനുള്ള പ്രധാന കാരണം ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെയാണ്. എന്നാൽ കൂടുതൽ ആൾക്കാർ വിദേശത്ത് പോകുന്നതിന്റെ മെയിൻ കാരണം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനാണ്. നമ്മുടെ നാട്ടിലും കൂടുതൽ തൊഴിലവസരം ഉണ്ടാവുകയും അത് കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരോട് നിൽക്കത്തില്ലേ? അത് പിന്നെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് അല്ലേ, നാട്ടിൽ നിൽക്കണോ പുറത്ത് പോകണോ എന്നുള്ളതൊക്കെ. എന്നാലും ഇന്നത്തെ വൈറ്റ് ടോക്ക് ഇവിടെ അവസാനിക്കുകയാണ്. സൈനിങ് ഓഫ്. ബൈ ബൈ.